ഫുട്ബോൾ ലോകത്തെ ഏറ്റവും വലിയ തർക്കത്തിന് ഇന്ന് നമ്മൾ ഒരു ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കുകയാണ്. ലയണൽ മെസ്സി തന്നെയാണോ ചരിത്രത്തിലെ ഏറ്റവും മികച്ച താരം? ഈ ചോദ്യത്തിന് ഉത്തരം തേടുമ്പോൾ നമ്മൾ ആദ്യം താരതമ്യം ചെയ്യേണ്ടത് ബ്രസീലിന്റെ ഇതിഹാസ താരം പെലെയുമായാണ്. 3 ലോകകപ്പുകൾ നേടിയ ഒരേയൊരു താരം, 1000-ലധികം ഗോളുകൾ. പെലെയുടെ നേട്ടങ്ങൾ സമാനതകളില്ലാത്തതാണ്. ഇതിനൊപ്പം അർജന്റീനയെ ഒറ്റയ്ക്ക് ലോക കിരീടത്തിലേക്ക് നയിച്ച ഡിയോഗോ മറഡോണയും പന്തുകൊണ്ട് മാന്ത്രികത കാണിച്ച റൊണാൾഡോ ഫിനോമിനനും ഈ ചർച്ചകളിൽ എപ്പോഴും മുൻപന്തിയിലുണ്ട്. ഫുട്ബോളിന്റെ ആധുനിക യുഗത്തിലേക്ക് വരുമ്പോൾ മെസ്സിയുടെ സമകാലികനും 5 ബാലൻഡിയോറുകളും 5 ചാമ്പ്യൻസ് ലീഗും നേടി ഗോളടിയിൽ റെക്കോർഡുകൾ തകർത്ത ക്രിസ്ത്യാനോ റൊണാൾഡോ ഈ പോരാട്ടത്തെ കൂടുതൽ കടുപ്പമുള്ളതാക്കുന്നു. 8 ബാലൻഡിയോറുകളും കോപ്പ അമേരിക്കയും ഒടുവിൽ 2022 ലോകകപ്പും നേടി മെസ്സി തന്റെ കരിയർ പൂർണ്ണമാക്കി കഴിഞ്ഞു. ഇന്നത്തെ തലമുറ ലയണൽ മെസ്സിയെ ഗോട്ട് അഥവാ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം ആയി തിരഞ്ഞെടുക്കുമ്പോൾ അവർക്ക് മുന്നിലുള്ള ധാരാളമായ ഡാറ്റകളും HD വീഡിയോ ക്ലിപ്പുകളും സോഷ്യൽ മീഡിയ അനലിറ്റിക്സുമാണ് അതിന് പ്രധാന കാരണമാകുന്നത്. എന്നാൽ പെലെ കളിച്ചിരുന്ന കാലത്ത് ഇത്തരം വിവരങ്ങളോ വീഡിയോ ഫുട്ടേജുകളോ ഇന്നത്തെ പോലെയുള്ള സമഗ്രമായ വിശകലനങ്ങളോ ഒന്നും തന്നെ ലഭ്യമായിരുന്നില്ല. അതിനാൽ അപൂർണമായ വിവരങ്ങൾ മാത്രം വെച്ചുകൊണ്ട് ലയണൽ മെസ്സി പെലെയേക്കാൾ മികച്ചവനാണെന്ന് വാദിക്കുന്നത് തികച്ചും ആപേക്ഷികമാണ്. കൂടാതെ 1990-കൾക്ക് മുമ്പുള്ള ഇതിഹാസങ്ങളെ ഇന്നത്തെ സൂപ്പർ താരങ്ങളുമായി താരതമ്യം ചെയ്യുന്നത് തികച്ചും തെറ്റായ ഒരു രീതിയാണ്. കാരണം ഇന്നത്തെ അത്ലറ്റുകളെ ഇത്രയധികം കൃത്യതയുള്ളവരാക്കി മാറ്റുന്ന ആധുനിക സൗകര്യങ്ങളൊന്നും അന്നത്തെ കാലത്തുണ്ടായിരുന്നില്ല. ഇന്നത്തെ കളിക്കാർക്ക് മികച്ച സ്പോർട്സ് സയൻസ്, അത്യാധുനിക റിക്കവറി സംവിധാനങ്ങൾ, വ്യക്തിഗതമാക്കിയ ഡയറ്റ് പ്ലാനുകൾ, എതിരാളികളുടെ ഓരോ നീക്കവും മില്ലി സെക്കൻഡുകൾ വെച്ച് വിശകലനം ചെയ്യുന്ന ടാക്ടിക്കൽ അനലിറ്റിക്സ് എന്നിവയുടെ പിന്തുണയുണ്ട്. മാത്രമല്ല കാൽപന്ത് കളിയുടെ സ്വഭാവം തന്നെ ആകെ മാറിയിരിക്കുന്നു. 1990-കൾക്ക് മുമ്പ് ഫുട്ബോൾ കളിക്കുക എന്നത് കഠിനമായിരുന്നു. അന്നത്തെ കളിക്കാർക്ക് നേരിടേണ്ടി വന്നത് കടുത്ത ശാരീരിക ആക്രമണങ്ങൾ നിറഞ്ഞതും അപകടകരവുമായ പ്രതിരോധ നിരകളെയായിരുന്നു. എന്നാൽ ആധുനിക ഫുട്ബോളിലെ ഡിഫൻഡർമാർ കൂടുതൽ ആശ്രയിക്കുന്നത് കൃത്യമായ പൊസിഷനിങ്ങും തന്ത്രങ്ങളുമാണ്. അതുകൊണ്ട് തന്നെ പെലെ, മറഡോണ, ക്രൈഫ് തുടങ്ങിയ ഇതിഹാസങ്ങൾ തികച്ചും വ്യത്യസ്തമായ ഒരു കാലഘട്ടത്തിൽ ജീവിച്ചവരാണ്. അവർ ഫുട്ബോളിന്റെ വഴിവിളക്കുകളായ കാലാതീതരായ പയനിയർമാരാണ്. അവരുടെ മഹത്വം എന്നും സവിശേഷമായി തന്നെ നിലനിൽക്കും. എല്ലാ ഡാറ്റയും ചരിത്രപരമായ വസ്തുതകളും പരിശോധിക്കുമ്പോൾ മെസ്സിയും ക്രിസ്ത്യാനോയും കഴിഞ്ഞ 15-20 വർഷമായി കാത്തുസൂക്ഷിക്കുന്ന സ്ഥിരത അത്ഭുതപ്പെടുത്തുന്നതാണ്. ഒട്ടനവധി ക്ലബ്ബ് ട്രോഫികളും വ്യക്തിഗത പുരസ്കാരങ്ങളും ലോകകപ്പ് നേടിയ മെസ്സിക്ക് ആധുനിക ഫുട്ബോളിലെ ഗോട്ട് പദവി വേണമെങ്കിൽ നൽകാം. എന്നാൽ വീഡിയോ ഫൂട്ടേജുകളുടെ ലഭ്യതയിലെ വ്യത്യാസവും കളിയുടെ പരിണാമവും കണക്കിലെടുക്കുമ്പോൾ പെലെയേക്കാളും മറഡോണയേക്കാളും മെസ്സിയാണ് മികച്ചത് എന്ന് പറയുന്നത് അത്ര കൃത്യമാകണമെന്നില്ല. സുരക്ഷാ സംവിധാനങ്ങളോ മികച്ച ബൂട്ടുകളോ മികച്ച പിച്ചുകളോ ഇല്ലാതിരുന്നിട്ടും ക്യാമറകൾ പകർത്തിവെക്കാത്ത അനേകം മത്സരങ്ങളിൽ എതിരാളികളുടെ ക്രൂരമായ ഫൗളുകളെ അതിജീവിച്ച് പെലെ നേടിയ വിജയങ്ങൾ മെസ്സിയുടേതിനേക്കാൾ ചില കാരണങ്ങൾ കൊണ്ട് മികച്ചതുമാണ്. ഡിജിറ്റൽ യുഗത്തിലെ വിവരങ്ങൾ വെച്ച് നോക്കുമ്പോൾ ലയണൽ മെസ്സിയാണ് ചരിത്രത്തിലെ ഏറ്റവും മികച്ച താരമെന്ന് പലരും വാദിച്ചേക്കാം. എന്നാൽ ഫുട്ബോൾ എന്ന കളിയുടെ ആത്മാവും അത് വളർന്നു വന്ന സാഹചര്യങ്ങളും ഡാറ്റ ലഭ്യമല്ലാത്ത അന്നത്തെ കാലഘട്ടവും ഓർക്കുമ്പോൾ പെലെയും മറഡോണയും മെസ്സിക്കൊപ്പമോ അതിനു മുകളിലോ തന്നെ ആ സിംഹാസനത്തിൽ ഇരിക്കുന്നവരാണ്. വ്യത്യസ്ത കാലഘട്ടങ്ങളെ തമ്മിൽ താരതമ്യം ചെയ്യാൻ സാധിക്കാത്തതിനാൽ മെസ്സി ആധുനിക ഫുട്ബോളിലെ രാജാവാണെങ്കിലും പെലെയുടെയും മറഡോണയുടെയും അതുല്യമായ മഹത്വത്തിന് മുകളിലല്ല അത്.